അപ്പോൾ ഈ പൊക്കിൾ കൊടി എന്ന് പറയുന്നത് പ്ലാസൻ്റയിൽ നിന്നാണ് രൂപപ്പെടുന്നത്. നമ്മൾ പറഞ്ഞില്ലേ പ്ലാസൻ്റ എന്ന് പറയുന്നത് ഒരു താൽക്കാലിക ഒരു ഭിത്തിയാണ്. അവിടെ നിന്നാണ് എന്ത് രൂപപ്പെടുന്നത്? പ്ലാസൻ്റയിൽ നിന്നാണ് പൊക്കിൾ കൊടി രൂപപ്പെടുന്നത്. ഇതുവഴി ഓക്സിജനും പോഷകങ്ങളും ഗർഭസ്ഥ ശിശുവിൻ്റെ ശരീരത്തിലെത്തുകയും മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടുകയും ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ശിശുവിന് എങ്ങനെയാണ് ഫുഡ് എത്തുന്നത്, അവർക്ക് എങ്ങനെയാണ് പോഷകങ്ങൾ കിട്ടുന്നതെന്ന് മനസ്സിലായല്ലോ. പൊക്കിൾ കൊടി വഴിയാണ് അല്ലേ. പൊക്കിൾ കൊടി വഴിയാണ് ഓക്സിജനും പോഷകങ്ങളും ഗർഭസ്ഥ ശിശുവിൻ്റെ ശരീരത്തിലെത്തുകയും മാലിന്യങ്ങൾ നീക്കപ്പെടുകയും ചെയ്യുന്നത് എന്ത് വഴിയാണ്? പൊക്കിൾ കൊടി വഴിയാണ്. ക്ലിയർ ആയല്ലോ. ഇനി എന്താണ് അമ്നിയോട്ടിക് ദ്രവം എന്ന് പറയുന്നത്? അമ്നിയോട്ടിക് ദ്രവം എന്ന് പറയുന്നത് എന്താണ്? അമ്നിയോൺ എന്ന ആവരണത്തിനുള്ളിലാണ് ഈ അമ്നിയോട്ടിക് ദ്രവം കാണപ്പെടുന്നത്. അതായത് അമ്നിയോൺ എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കി ഈ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് അല്ലേ. ഈ നീല കളർ, ഈ ഒരു കളറില്ലേ, ഇതിൻ്റെ ഉള്ളിലാണ് ഇതാണ് പറയുന്നത് അമ്നിയോൺ എന്ന് പറയുന്നത്. ഈ അമ്നിയോൺ എന്ന് പറയുന്നത് വളർച്ചയുടെ പ്രാരംഭഘട്ടത്തിൽ ഭ്രൂണകോശങ്ങൾ രൂപപ്പെടുന്ന ആവരണമാണ്. അതായത് ഒരു കുഞ്ഞിൻ്റെ വളർച്ചയുടെ ഫസ്റ്റ് ഘട്ടത്തിൽ ഭ്രൂണകോശങ്ങളിൽ രൂപപ്പെടുന്ന ഒരു